ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടൊരു ചുമ്മാ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുമ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുവാ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച്. ഇന്നപ്പം രാവിലെ ഞങ്ങൾ ഉപ്പുമാവാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് റവ വറുത്തു, ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. പിള്ളേരാരും എണീറ്റിട്ടില്ല. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. എന്തായാലും അവർ ഉറക്കം എണീറ്റ് വരുമ്പോൾ വരട്ടെ. ഞാൻ എൻ്റെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഉപ്പുമാവും പഴവുമാണ് കേട്ടോ. അതുപോലെ ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുട്ടയും പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നൈസായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ 2 സവാളയും കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് അതിലേക്കൊരു 3 തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് അല്പമല്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ഒരു 3 സ്പൂൺ തൈരും കൂടെ ചേർക്കാൻ മറക്കണ്ട കേട്ടോ. ചോറ് വെക്കാനായിട്ട് ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പുഴുങ്ങി വെച്ചിരുന്ന മുട്ട അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ മൊത്തം സൈഡും ഒന്ന് വരഞ്ഞെടുക്കണം. എന്നാലേ നന്നായിട്ട് മസാലകളൊക്കെ അതിനുള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. ഇതുപോലെ ഉള്ളിലോട്ടങ്ങ് നന്നായിട്ട് വരേണ്ട, എന്നാലും പുറമേ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണം. എല്ലാ സൈഡിലും ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാൻ വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒരുപാടായി പോകരുത്, ഒറ്റ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് മുട്ട അതിലേക്ക് ഇട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റാൻ വെച്ച സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ വീതം കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇത്രയും കൂടി സവാള വഴറ്റിയതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്രേവിക്ക് വേണ്ടി നമുക്കൊരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണേ, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചോറ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഈ മസാല മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചോറിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും ഇങ്ങനെ. എന്നിട്ട് അതിലേക്ക് നെയ്യ് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വഴിച്ചിട്ട് ഇടുന്നെങ്കിൽ അതിടാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ മുട്ടയും വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റും കൂടെ തീ കുറച്ച് വെച്ച് അടുപ്പത്ത് തന്നെ വെച്ചേക്കുക. അങ്ങനെ മുട്ട ബിരിയാണി റെഡിയായി. എല്ലാവരും കഴിച്ചു. ഇനി ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകട്ടോ. എവിടെയാണ് പോകുന്നതെന്ന് കാണാം ഗെയ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഞങ്ങളിപ്പോൾ വൈകിട്ട് ഒരു ചെറിയ ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. പിള്ളേർ അവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ കായലിൻ്റെ സൈഡിൽ എങ്ങനെ ഇരുന്ന് കാറ്റും കൊള്ളാം, പ്രകൃതി രമണീയമായ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുക അവിടെ ഇരുന്ന്. അവരവിടെ വാഴ മുഴുവൻ വെട്ടിക്കളയാൻ ഫോട്ടോ അങ്ങോട്ട് നീങ്ങ്. ഇത്ര മതി. ഫോട്ടോ സൈഡ് വ്യൂ ഒന്നുകൂടെ. ഗെയ്സ്, അന്നേരം ആ പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഞാൻ അവിടെ ചുമ്മാ ഇരിക്കണ്ടല്ലോ. ഞാൻ എന്താ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഫ്ലൈയിങ് സോസർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അപ്പം ഇത് വായിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന്. എവിടെ പോവാന്ന് ഗെയ്സ്, ഇവിടെയുള്ള തെങ്ങിലെല്ലാം തത്തകളുണ്ട് കേട്ടോ. പൊത്തുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് തത്തകൾ അതിലേക്കൂടെ പറന്നു പോകുന്നതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നതൊക്കെ കണ്ടു. കുഞ്ഞു തത്തകൾ കാണും അതിനകത്തൊക്കെ. ഒരുപാട് തത്തകളെ കണ്ടു അതിലേക്കൂടെ പറന്നു പോകുന്നത്. ഇവിടെ വാ, അത് കൊടുക്ക് പാത്തു. ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മുട്ട ബിരിയാണിയും കായലോരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.